ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ ഒരു കുഞ്ഞ് ഫേസ് പാക്ക് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും വീട്ടിലെ തൈരാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതാ വീട്ടിൽ ഞാൻ കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ പരിപാടിയൊക്കെ ആരംഭിക്കാൻ പോകുന്നത് ഗൈസ്. ഞാൻ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. എന്നാൽ 2-3 ട്രിപ്പ് ഇങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്നിങ്ങനെ തീരുമാനിച്ചു കേട്ടോ. ഒരു 3 ട്രിപ്പ് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ട് അപ്പോൾ അത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലെ നല്ല ഫേസെല്ലാം നല്ലോണം ഇങ്ങനെ സോപ്പിട്ട് കഴുകിട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നും സന്തോഷ് സോപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സന്തോഷ് സോപ്പൊക്കെ ഇട്ടപ്പോൾ ഫേസെല്ലാം നന്നായി കഴുകിട്ടോ. അപ്പോൾ ഞാൻ ഇത് ഫേസിലെല്ലാം നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കേട്ടോ എല്ലാവിടെയും നല്ലോണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്ത് നോക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. നല്ലോണം ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കണ്ണിൻ്റെ താഴേക്ക് ഇങ്ങനെ പയ്യെന്ന് തേച്ച് കൊടുക്കുക. തേക്കണം പയ്യെന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ മുകളുടെ താഴെയൊക്കെ നല്ലോണം തേച്ച് കൊടുക്കുക കേട്ടോ. ചുണ്ടിയുടെ താഴെ എവിടെയൊക്കെ ഇങ്ങനെ നല്ലോണം തേക്കുക കേട്ടോ. അതുപോലെ തന്നെ നെറ്റിയിൽ കണ്ണിൽ ഇങ്ങനെയൊക്കെ എല്ലാവിടെയും ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ ജോലിയെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഞാൻ നൈറ്റാണ് കേട്ടോ ചെയ്യുന്നത്. പകലൊന്നും ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ നൈറ്റാണ് ചെയ്യാറ് കേട്ടോ. ഇനി മീൻസ് ഒരാഴ്ചയിൽ ഒരു 3 ട്രിപ്പൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഫസ്റ്റൊന്നും ചെയ്യത്തില്ല കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വെച്ചൊരു ചെയ്തത് കേട്ടോ. പക്ഷേ കൊള്ളാം, എനിക്ക് ചെയ്തപ്പോൾ നല്ലൊരു മാറ്റം കിട്ടി കേട്ടോ. അപ്പോൾ ആ മാറ്റം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോടങ്ങ് ഷെയർ ചെയ്യാമെന്ന് ഇങ്ങനെ തീരുമാനിച്ചു കേട്ടോ. ചിലപ്പോൾ ഞാനത് ഫസ്റ്റ് തന്നെ ചെയ്തിട്ട് എനിക്ക് അതിൽ മാറ്റം, അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്തൊക്കെ നോക്കും. അപ്പോൾ അതിൽ മാറ്റം ഇല്ലെങ്കിൽ നമ്മളത് പറഞ്ഞത് ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 ട്രിപ്പൊക്കെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം എല്ലാവിടെയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ണിന് താഴേക്ക് ഒന്ന് പയ്യൊന്ന് ചെയ്യുക കേട്ടോ. നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലെൻസിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫേസിലെല്ലാവിടെയും. ഞാൻ ഒത്തിരി തൈര് എടുത്തോണ്ട് അത് കഴിയുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഇങ്ങനെ തേച്ചോണ്ടേ ഇരിക്കുന്നത്. ഇച്ചിരി എടുത്തേ, പക്ഷെ അതിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങ് കൂടിപ്പോയി ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ കഴിയുന്നേ ഇല്ല എടുത്ത്. അപ്പോൾ നല്ലോണം ഫേസിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്യുക കേട്ടോ. ഗ്യാപ്പേ വേണ്ട കേട്ടോ. കണ്ണിൻ്റെ മേലെല്ലാം നല്ലോണം ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഫസ്റ്റ് ഞാൻ കടലമാവ് കൊണ്ടൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനത്തെ സംഭവം 3 ട്രിപ്പ്, ഇതും കൂടി 4ാമത്തെ ട്രിപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ മൂക്കിടെ താഴെ അതുപോലെ ഈ ചുണ്ടിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം വൈറ്റ് ഹിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പോകും. എനിക്കിത് ചെയ്തപ്പോൾ അങ്ങനെ മാറ്റം കുറച്ചെങ്കിൽ തോന്നി കേട്ടോ. മാറ്റം ഉണ്ടായിട്ടോ. അതുകൊണ്ട് മാത്രമേ ചെയ്യുന്നത് കേട്ടോ. പിമ്പിൾസിൻ്റെ പാടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം എനിക്ക് ഇന്ന് കുറഞ്ഞതുപോലെ തോന്നിയിട്ട്. അതുപോലെ തന്നെ ഫേസിട്ട് പിന്നെ പിമ്പിൾസ് കറുപ്പ് പെട്ടെന്ന് പോകത്തില്ല. എന്നാലും അത് നമ്മളൊരാഴ്ചയിൽ 3 ട്രിപ്പൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ നല്ല മാറ്റം കിട്ടും കേട്ടോ. അപ്പം നല്ലവണ്ണം ഞാനിങ്ങനെ ക്ലെൻസിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മൂക്കിയുടെ സൈഡൊക്കെ നല്ലവണ്ണം ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കണ്ണിയുടെ താഴെ പയ്യെ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് സ്പീഡിലൊന്നും ചെയ്യണ്ട കേട്ടോ. കാരണം കണ്ണിയുടെ ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ താഴെ നിന്ന് മേലേക്കാണ് നല്ലവണ്ണം ക്ലെൻസിങ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ കവിളൊക്കെ നല്ലവണ്ണം അങ്ങനെ ചെയ്ത് കൊടുക്കും. താഴേക്ക് ആക്കല്ലേ കേട്ടോ, മേളിലേക്ക് മാത്രമാണ് അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ മൂക്കിൻ്റെ അവിടെ നെറ്റിയിൽ എന്ന് പറഞ്ഞ പോലെ ചെയ്യട്ടോ. നമ്മൾക്ക് കഴുത്തിലും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ കഴുത്തിലൊന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ കുളിച്ചുകൊണ്ട് ഡ്രസ്സിലെല്ലാം ആവുന്ന വെച്ച് കഴുത്തിൽ ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകുകയാണെങ്കിൽ കഴുകിക്കളയാം. അതുപോലെ തന്നെ നമുക്കൊരു ടവൽ കൊണ്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കഴുകാമെന്ന് വെച്ച് ഞാനൊരു കർച്ചീപ്പ് എടുത്ത് എല്ലാവരും ഒന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പരിപാടി 2 സംഭവം വെച്ച് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തൈര് മാത്രമായിട്ട് ക്ലെൻസിങ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് 20 മിനിറ്റ് വെച്ച ശേഷമാണ് ഞാൻ തുടച്ചെടുത്തത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് 2ാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. കുറച്ച് തൈര് അതുപോലെ തന്നെ ചേർത്തണം കേട്ടോ. തേനാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. നമ്മൾ നാടൻ തേനാണ് ഏറ്റവും നല്ലത് കേട്ടോ. പക്ഷെ നാടൻ തേന് കിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച തേന് തന്നെ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. നാടൻ തേനൊന്നും അധികം കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കടയിലത്തെ തേനെ കുഴപ്പമില്ല. അതിലും തൈരും ചേർത്തായിരുന്നു കേട്ടോ. അപ്പം അത് നല്ലോണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ആദ്യം തേനെന്ന് വെച്ചാൽ പേടിയാട്ടോ. ഫേസിലൊക്കെ ആകുമ്പോൾ അത് നമ്മുടെ മറ്റേ പുരികൊക്കെ വൈറ്റ് കളറാകുന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും അപ്ലൈ ചെയ്ത് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ താഴെ കറുപ്പ് പാട്, ഈ കറുപ്പ് നിറമായി കാണുന്ന സംഭവങ്ങളൊക്കെ പോകും കേട്ടോ. എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഫോണെല്ലാം യൂസ് ചെയ്ത് ഉറങ്ങാനൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ആയാൽ കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്കൊക്കെ, ഈ പഠിക്കുന്നവർക്കൊക്കെ കൂടുതൽ നമ്മൾ
കണ്ണിന് റെസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ കരിവാളിപ്പൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ. വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനം തന്നെ കേട്ടോ, നമ്മൾക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 20 മിനിറ്റ് അങ്ങ് വെച്ചിട്ട് കഴുകി കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് ഞാൻ ടവല കൊണ്ട് അങ്ങ് തുടച്ചേ. ഇപ്പം ഞാൻ തേനും തൈരും കൂടി ഇങ്ങ് മിക്സ് ആക്കിയിട്ടാണ് തേച്ചിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫേസ് നല്ലോണം കഴുകിയിട്ടാണ് വന്നത് കേട്ടോ. സോപ്പിടൊന്നും ഇട്ട് കഴുകരുത്. നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലെൻസിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സോപ്പിട്ട് കഴുകിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചുമ്മാ നല്ല ഫ്രഷായ വെള്ളത്തിൽ കഴുകുക കേട്ടോ. നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി അതിനേക്കാൾ നല്ലതാട്ടോ. അപ്പോൾ നല്ലോണം ഞാൻ കഴുകി തുടച്ചിട്ടോ. കണ്ടോ, ഇത് പിമ്പിൾസ് നേരത്തെ ഇങ്ങനെ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ ഈ കുഴിയാണ്ട് കാണുന്നത്, അതൊന്നും പോകത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ കരുവാഴിപ്പ് പോലെയും ഈ പിമ്പിൾസ് വന്ന കറുത്ത പാട് അതൊക്കെ പോകും കേട്ടോ. എൻ്റെ ഈ കവിളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 3 ട്രിപ്പ് ചെയ്ത് 4ാമത്തെ ട്രിപ്പാണ് ഞാൻ ചെയ്ത് കാണിക്കുക. എനിക്ക് നല്ല മാറ്റമുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. നാടൻ തേനാണ് ഏറ്റവും നല്ല ബെറ്റർ. ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കടയിലത്തെ ആയാലും സാരമില്ല കേട്ടോ. പിന്നെ തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് നല്ലത്. കടയിൽ നിന്ന് മേടിക്കേണ്ട, അതിനേക്കാളും വീട്ടിൽ നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പോൺസിടെയാണ് കേട്ടോ ചെയ്യുന്നത്. 88 രൂപയുടെ പോൺസ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. ആരും ദയവ് ചെയ്ത് ഇത് ചെയ്തിട്ട് സോപ്പിട്ട് കഴുകരുത് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീമൊന്ന് യൂസ് ചെയ്യാം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കണ്ടോ, എനിക്ക് നല്ല മാറ്റം എൻ്റെ കയ്യിലും എൻ്റെ ഫേസിലും കാണുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയുന്നുണ്ട് കേട്ടോ. ഫേസിലെ കളറും കയ്യിലെ കളറും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു 3 ഡെയിലി ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ആഴ്ചയിൽ 3 ട്രിപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്താൽ നല്ല മാറ്റം വരും കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.